ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് യൂട്യൂബിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഉപകാരപ്പെട്ട കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പല ആളുകൾക്കും ഈ ഓപ്ഷൻസ് ഒന്നും അറിയില്ല. സാധാരണ കാണുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ള പല ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് കാണാറ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് അടിപൊളി ഓപ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് മുൻപ് ഇതെല്ലാം പറഞ്ഞു തരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മൾ മൊബൈലിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തുടക്കത്തിലുള്ള ചെറിയ ഓപ്ഷൻസ് അല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ സബ് ഓപ്ഷൻസ് ആയിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്. ആ പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ മുകളിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നുണ്ട് അല്ലേ? ആ സെറ്റിംഗ്സിൻ്റെ ഗിയർ ഐക്കൺ കാണുന്നുണ്ട്. അവിടെ നമുക്ക് പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്ലേ ബാക്ക് സ്പീഡ് അത് നമുക്ക് നോർമലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ ആയിട്ടാണ് നമുക്ക് കാണാം. ഇതൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്സ് ആണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് 1.5 1.75 2 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കാണുന്ന വീഡിയോയുടെ സ്പീഡ് നമുക്ക് വളരെയധികം കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് സ്പീഡ് കുറച്ച് കാണണമെങ്കിലോ, കാരണം ചില സെറ്റിംഗ്സ് ഒക്കെ എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും നമ്മൾ സ്പീഡ് കുറച്ചിട്ടാണ് അധികം കാണുക. കാരണം സെറ്റിംഗ്സുകൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടില്ലേ, വളരെ സ്ലോയിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ മെല്ലെയാണ് നമുക്ക് വീഡിയോസ് വരും. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിൽ നമുക്ക് സ്പീഡ് കൂട്ടുകയാണ്. ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ട് വെക്കണമെങ്കിൽ 2x വളരെ സ്പീഡ് കൂടും. ഇനി നോർമലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമലിൽ വരും. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഞാനൊന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ 60 സെക്കൻഡ്സ് ആണ് വീഡിയോ ചാടി പോകുന്നത്. അടുത്ത 60 സെക്കൻഡ്സ്. അങ്ങനെ ഓരോ ഡബിൾ ടാപ്പിലും നമുക്ക് ആ രീതിയിൽ നമുക്ക് വീഡിയോ കാണാം. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അതിൻ്റെ ഉള്ളിലും സെറ്റിംഗ്സ് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കോട്ടേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ്സ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിൻ്റെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ, താഴെ കാണുന്ന ആ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടിപൊളി സെറ്റിംഗ്സ് ആണ്, പലർക്കും അറിയാത്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഗിയർ ഐക്കൺ കാണുന്നത് കണ്ടില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഗിയർ ഐക്കൺ കാണുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ജനറലിലാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനുകൾ. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഡബിൾ ടാപ്പ്, ഇത് പലർക്കും അറിയില്ല ഈ സാധനം. ഡബിൾ ടാപ്പ് സീക്ക് വരുന്നത് 60ലാണ് കിടക്കുന്നത്, 60 സെക്കൻഡ്സിലാണ് കാണിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 30 സെക്കൻഡ്സിലേക്ക് ആക്കാം, 20 സെക്കൻഡ്സിലാക്കാം. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. 5 സെക്കൻഡ്സിൽ വരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ചില വീഡിയോസൊക്കെ നമുക്ക് വളരെ ചെറിയ പോയിന്റിൽ മാത്രം മാറണമെങ്കിൽ 5ലേക്ക് മാറ്റാം. ഇനി നല്ല സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 60ലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഇനി നമുക്ക് നോക്കണ്ടില്ലേ, ഞാനിപ്പോൾ 30ലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ്സിലേക്കാണ് നമുക്ക് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും പോകുന്നത്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ പറയുന്നത്, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തൊട്ടടുത്തുള്ള ആ ഒരു ഏരോ ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോയിലേക്ക് ചാടിപ്പോകും. കണ്ടില്ലേ, നേരെ അടുത്ത വീഡിയോയിലേക്ക് ചാടിപ്പോയി. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിലെ മുകളിൽ ആ ഗിയർ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കാണാം ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ലോക്ക് സ്ക്രീൻ. ആ ലോക്ക് സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ഒന്ന് കണ്ടില്ലേ റൊട്ടേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോ കുട്ടികളോ ആരെങ്കിലും തട്ടിപ്പോകുന്ന സമയത്ത് ഒരിക്കലും മാറിപ്പോലും കണ്ടില്ലേ, നേരെ ഇതേപോലെ നമുക്ക് വലിയ വലിയ ഫിലിംസ് ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ലോക്ക് സ്ക്രീൻ. നമുക്കത് ഈ ലോക്ക് സ്ക്രീൻ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലോക്ക് സ്ക്രീനിൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ നേരെ നോർമൽ മോഡിലേക്ക് വരികയും ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് അറിയാതെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് മാറിപ്പോയില്ല. കൃത്യമായിട്ട് ആ വീഡിയോ ഒരു ഫിലിമൊക്കെ ആണെങ്കിൽ അത് മുഴുവൻ കണ്ടിരിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികളൊക്കെ തട്ടിപ്പോകുന്ന പ്രശ്നം വരാറുണ്ട്. ഇത് രണ്ടൊന്നും നിങ്ങളുടെ ഫോണിൽ യൂട്യൂബിൽ ഇപ്പോൾ തന്നെ ചെയ്തു. ഇനി മുതൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്, അതായത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഒന്ന് ഉപയോഗിച്ചിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഓപ്ഷൻസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും പിന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.